പാവങ്ങളുടെ പാർട്ടി, അതായത് കൂലിപ്പണിക്കാരൻ്റെ പാർട്ടി, അരിവാളും ചുറ്റുകയും ഒക്കെയാണ് അടയാളം. അതായത് നക്ഷത്രമെണ്ണുന്ന സാധാരണക്കാരനായ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി. അതാണല്ലോ CPM. അങ്ങനെയാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നേരെ തിരിച്ച് ആണ് സംഗതികളുടെ ഗതി. നമ്മൾ കണ്ടുവരുന്നുണ്ട്, നേതാക്കന്മാർ കോടികൾ സമ്പാദിക്കുന്നു. ആരുടെ പണമാണ്? ഇതേ കൂലിപ്പണിക്കാർ നയിച്ചുണ്ടാക്കി, അതായത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി അവിടെയും ഇവിടെയും കൊണ്ടുവന്ന് സ്വരൂപിച്ച് വെക്കുന്ന, അതായത് ബാങ്കുകളിൽ, അതും ഇവരുടെ വാക്ക് വിശ്വസിച്ച് സഹകരണ ബാങ്കുകളിൽ കൊണ്ടുചെന്ന് വെക്കുന്ന ആ പണം, അത് അടിച്ചു മാറ്റുന്നത് ഇവരാണ്. അങ്ങനെ കോടീശ്വരന്മാരാകുന്നു. ഒന്ന്. രണ്ട്, വമ്പന്മാരായ കുത്തകകൾ, ആ കുത്തകകളിൽ നിന്ന് പല വിധത്തിൽ ഫണ്ട് വാങ്ങിക്കൊണ്ട് ഇവരെല്ലാം കോടീശ്വരന്മാരാകുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, കുറേ കാലം മുമ്പ് പട്ടിണിയും പരിവട്ടവുമായി പാർട്ടി നേതൃത്വത്തിലേക്ക് വന്ന് നമ്മുടെ ഇന്നത്തെ പന്നിൻ രവീന്ദ്രൻ നിൽക്കുന്നത് പോലെ പാർട്ടി പ്രവർത്തനം ചെയ്തിട്ടുള്ള വ്യക്തികൾ, മറ്റുള്ളവർ ഇന്ന് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ പന്നിൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു കറകളഞ്ഞ ഒരു നല്ലൊരു നേതാവായതുകൊണ്ടാണ്. നല്ലത് എന്ന് തന്നെ പറയണമല്ലോ, അതുകൊണ്ടാണ്. അതുപോലെ കടന്നപ്പള്ളിയെ പോലെയുള്ള കുറേ ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ കോടികളാണ് അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത്. കോടികളുടെ ബിസിനസ്സാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ നോക്കൂ, CPMൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് ഫ്രീസ് ചെയ്തു വെച്ചത് നമ്മൾ കേട്ടതാണ്. എന്തായിരുന്നു വിഷയം? അങ്ങനെ ഒരു അക്കൗണ്ട് 1998 തുടങ്ങിയ ഒരു അക്കൗണ്ടിന് ആദായ നികുതി വകുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ കണക്കുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞു വെച്ചിരുന്നില്ല. 10 കോടിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 5 കോടി ബാലൻസ് ഉണ്ട്. ഏതാണ്ട് 2 ദിവസം മുമ്പ് കണ്ടാണ് 1 കോടി പിൻവലിച്ചെന്ന് പറയുന്നുണ്ട്. 1 കോടി ഫിക്സഡ് ഡെപ്പോസിറ്റും ബാക്കി 4 കോടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ അവിടെ ഉണ്ട്. അതാണ് ഇപ്പോൾ പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഫ്രീസ് ചെയ്ത് വെച്ചേക്കണം. ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ട്. ഇതെങ്ങനെ പൊക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തപ്പോൾ സംഗതി ഇങ്ങോട്ട് ഒക്കുന്നില്ല. അമ്പലും വെല്ലിലും അടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പരസ്പരം പറയുന്നത് അങ്ങോട്ട് ഒക്കുന്നില്ല. അങ്ങനെയാണ് വിശദമായ ചോദ്യം ചെയ്യലും പിന്നീട് റെയ്ഡും ഒക്കെ ഉണ്ടായത്. അതിലാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ പൊങ്ങി വന്നത്. നേരത്തെ ED പറഞ്ഞിരുന്നു ഇത്തരത്തിൽ കോടികൾ ഒഴുകിയ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന്. അന്ന് അങ്ങനെയുള്ള അക്കൗണ്ടുകൾ കണ്ടെത്താനും പിന്നെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങ് എന്തെങ്കിലും ചെയ്യാനും ഒക്കെ CPM വെല്ലുവിളിച്ച് നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഒരു അക്കൗണ്ട് ഫ്രീസായി. നേരത്തെ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമായിരുന്നു ED നടത്തിയിരുന്നത്. ആ അന്വേഷണത്തിൽ ഒരുപാട് സംശയങ്ങൾ തോന്നിയപ്പോൾ ആ സംശയ ദൂരീകരണം നടത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ആദായ നികുതി വകുപ്പിൻ്റെ കടന്നുവരൽ. അങ്ങനെ ED കണ്ടെത്തിയ കണ്ടെത്തലുകളും മറ്റു കാര്യങ്ങളെല്ലാം ആദായ നികുതി വകുപ്പിനൂടെ കൊടുക്കുന്നു. പിന്നെ അവർ അവരുടേതായ രീതിയിൽ അന്വേഷിക്കുന്നു. അങ്ങനെയാണ് ഈ ഓരോരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ED പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന്, അതായത് കോടികൾ തിരിമറി നടന്നിരുന്നു എന്നും ചില അക്കൗണ്ടിലേക്ക് ഒഴുകിയിരുന്നു എന്നത് ആദായ നികുതി വകുപ്പ് ശരിവെക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, PK ബിജുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. 8 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ഏതായാലും കാര്യങ്ങൾ വെളിയിൽ വന്നിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ പാർട്ടി, കഷ്ടപ്പെടുന്നവൻ്റെ പാർട്ടി, അതുപോലെ പട്ടിണിപ്പാവങ്ങളുടെ, പാടത്ത് പണിയെടുക്കുന്നവനെ, വരമ്പത്ത് വിയർത്ത് കയറി നിൽക്കുന്നവരുടെ, ഓച്ചാനിച്ച് നിൽക്കുന്നവരുടെ പാർട്ടി, വിയർപ്പിൻ്റെ വിലയുടെ കൂലി അപ്പക്കപ്പോ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി പഠിപ്പിച്ച അശരണരുടെ പാർട്ടി എത്തി നിൽക്കുന്ന സ്ഥലം ഇന്ന് എവിടെയാണ് എന്ന് ഈ പറഞ്ഞ ആൾക്കാർ, ഇവർ താങ്ങി നിർത്തുന്നവർ നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും.